ആം ആദ്മി പാർട്ടിയുടെ പാലാ നിയോജക മണ്ഡലം നവരാഷ്ട്രീയ സന്ദേശയാത്രയുടെ ക്യാപ്റ്റൻ ശ്രീ രാജീവ് താന്നിക്കൽ, കുറുമണ്ണ നിവാസികളെ, പ്രിയപ്പെട്ട ആം ആദ്മി പാർട്ടി സുഹൃത്തുക്കളെ, ആം ആദ്മി പാർട്ടി കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ 140 പഞ്ചായത്തുകളിൽ 140 മണ്ഡലങ്ങളിലും നവരാഷ്ട്രീയ സന്ദേശയാത്രയുമായി ആം ആദ്മി പാർട്ടി കടന്നു വന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പാലാ നിയോജക മണ്ഡലത്തില് 2 ദിവസമായി ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തില് ഒരു നവരാഷ്ട്രീയ സന്ദേശയാത്ര ഇവിടെ നടക്കുകയാണ്. അത് ഈ കുറുമണ്ണിന്റെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ കോട്ടയം ജില്ല ആം ആദ്മി പാർട്ടിയുടെ സ്ഥിരാകേന്ദ്രമാണ്. അതുപോലെ പാലാ നിയോജക മണ്ഡലം ആം ആദ്മി പാർട്ടിയുടെ ഒരു ശക്തമായ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ്. എന്തുകൊണ്ടാണ് നവരാഷ്ട്രീയ സന്ദേശ യാത്ര എന്ന് പറയാനുള്ള ഒരു കാരണം? നമുക്കറിയാം, നവരാഷ്ട്രീയം തന്നെയാണ് ആം ആദ്മി പാർട്ടി. അപ്പോൾ പിന്നെ നവരാഷ്ട്രീയം അല്ലാത്തത് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. നവരാഷ്ട്രീയം അല്ലാത്തത് പരമ്പരാഗത രാഷ്ട്രീയമാണ്. പരമ്പരാഗത രാഷ്ട്രീയം നമ്മളെ കണ്ടുവന്നതാണ്, വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവന്നതാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇന്ത്യക്കാരുടെ കയ്യിലേക്കാണ് വന്നത്. അപ്പോൾ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ ഏറ്റവും അധികം സഹായിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ജനങ്ങളെല്ലാം അണിനിരന്നു. അതുപോലെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയും അതിനുവേണ്ടി ഒട്ടേറെ പരിശ്രമിക്കുകയും സ്വാതന്ത്ര്യം നേടിത്തരികയും ചെയ്തു. അപ്പോൾ ആ ഇന്ത്യയിലെ ജനങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒട്ടേറെ പ്രതീക്ഷകളോടെയാണ് നമ്മൾ വീക്ഷിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും നല്ലൊരു സമ്പന്ന രാജ്യമായി തീരും, ഒരു വികസിത രാജ്യമായി തീരുമെന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ 75 വർഷത്തോളം ഒരു വലിയ കാലഘട്ടം തന്നെയാണെന്ന് നമുക്കറിയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പല താഴേക്കടയിൽ കിടന്നിരുന്ന പല രാജ്യങ്ങളും, സിംഗപ്പൂര്, അതുപോലെ കൊറിയ, അതുപോലെ ജപ്പാന്, അങ്ങനെ പല രാജ്യങ്ങളും, ഇന്ത്യയുടെ പിന്നിലായിരുന്ന പല രാജ്യങ്ങളും മുമ്പോട്ട് പോയപ്പോൾ ഇന്ത്യക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല എന്നുള്ളത് നമുക്കൊരു വസ്തുതയായിട്ട് കാണാൻ സാധിക്കും. ഒരു രാജ്യത്തിന് വികസിക്കാൻ 75 വർഷത്തിന്റെ ആവശ്യമില്ല. ഒരു കേവലം 10, 20, 25 വർഷം കൊണ്ട് രാജ്യത്തിന് മുന്നേറാൻ സാധിക്കും. അത് മറ്റ് അറബ് രാജ്യങ്ങളെ നമ്മൾ നോക്കിയാൽ മതിയാവുന്നതാണ്. അവിടെയൊക്കെ വികസനം നടന്നത് എത്ര പെട്ടെന്നാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വികസനം നടന്നത് എത്ര പെട്ടെന്നാണ്. പക്ഷെ ഇന്ത്യയിലെ എല്ലാവിധ വിഭവങ്ങളുമുള്ള ഇന്ത്യയിലെ ഈ വികസനം എന്തുകൊണ്ട് നടന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ഈ രാജ്യത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ തന്നെ ഉള്ളതാണ്. അതുകൊണ്ടാണ് നവരാഷ്ട്രീയ സന്ദേശമെന്ന് ആം ആദ്മി പാർട്ടി പറയാനുള്ള കാരണം. പരമ്പരാഗത രാഷ്ട്രീയക്കാർക്ക് ചെയ്യാനുള്ളത് മുഴുവനും ഈ 75 വർഷത്തിനുള്ളിൽ അവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അവർക്ക് ഇനി ചെയ്യാനൊന്നുമില്ല. 75 അല്ല, അവർക്ക് 150 വർഷം കൂടി കൊടുത്താലും അവർക്ക് ഇന്ത്യയിൽ ഇനി ഒന്നും ചെയ്യാനില്ല. അവർ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. അവർ ചെയ്തത് അടുത്ത ഭരണം കൊണ്ടുപോയി BJP-യുടെ കയ്യിലേക്ക് കൊടുത്തു, അവരുടെ കാലത്തിൽ കാഴ്ചവെച്ചു. പക്ഷെ ഒന്നും രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടായില്ല. രാജ്യം ഒരു ദരിദ്ര രാജ്യമായിട്ട് തന്നെ അവശേഷിക്കുകയാണ് ഇത്. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ വിദ്യാഭ്യാസങ്ങൾക്ക് കടന്നു ചെല്ലാത്ത ഒട്ടേറെ സംസ്ഥാനങ്ങളുണ്ട്. ചില തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് വിദ്യാഭ്യാസം കൂടുതലായിട്ട് കടന്നു വന്നത്. എന്നാൽ നമുക്കറിയാം, ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണസ്ഥിര കേന്ദ്രമാണ്. അവിടെ നമുക്കറിയാം വിദ്യാഭ്യാസവും മറ്റ് വികസന പ്രവർത്തനങ്ങളും നമുക്കറിയാം. അതെന്തുകൊണ്ട് സംഭവിച്ചു? വർഷങ്ങളോളം കോൺഗ്രസ് ഭരിച്ചതാണ് ഡൽഹി. അന്ന് കേന്ദ്രഭരണ പ്രദേശമായിരുന്നു. അതിനുശേഷം അതൊരു സംസ്ഥാന പദവി ലഭിച്ചു. അപ്പോൾ അത് കോൺഗ്രസ് വീണ്ടും ഭരിച്ചുകൊണ്ടിരുന്നു. ഭരിച്ച് അവിടെ ഒരു വികസനവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് 1912 ആം ആദ്മി പാർട്ടി രൂപം കൊള്ളുന്നത്. ആം ആദ്മി പാർട്ടി രൂപം കൊള്ളുവാനുള്ള കാരണം നമുക്കറിയാൻ സാധിക്കും. അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന IRS ഇന്ത്യൻ റവന്യൂ സർവീസിൽ ഉണ്ടായിരുന്ന മഹാനായ ഒരു വ്യക്തി, അദ്ദേഹം ഇന്ത്യൻ റവന്യൂ സർവീസിലെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും അഴിമതി കണ്ടുമടുത്ത് പ്രശാന്ത് ഭൂഷണും അന്നാ ഹസാരെയും എല്ലാവരും കൂടി ചേർന്ന് ഒരു ആത്മാ പാർട്ടി എന്ന പാർട്ടി രൂപീകരിച്ചതാണ് 2012. ആ 12 രൂപീകരിച്ചപ്പോൾ തന്നെ ഡൽഹിയിൽ മത്സരം ഉണ്ടായപ്പോൾ അവർ അധികാരത്തിൽ വരാൻ സാധിച്ചു. എന്നാൽ ഭൂരിപക്ഷം കുറവായിരുന്നു. വീണ്ടും 2016 ഡൽഹിയിൽ ഇലക്ഷൻ നടന്നു. അപ്പോൾ അതിൽ കൂടുതൽ സീറ്റുകളോടെ ആം ആദ്മി പാർട്ടിക്ക് ഭരണത്തിൽ വരാൻ സാധിച്ചു. എന്നാൽ 2020 വീണ്ടും ഇലക്ഷൻ നടന്നപ്പോൾ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് ഡൽഹിയിലെ ഭരണത്തിലേക്ക് വന്നു. ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിലെ ജനങ്ങൾ സ്വീകരിക്കാൻ പ്രത്യേകമായ ഒരു കാരണമുണ്ടായിരുന്നു. നമുക്കറിയാൻ സാധിക്കാം, അന്ന് വരെ കണ്ടുമടുത്ത പരമ്പരാഗത രാഷ്ട്രീയത്തിൽ മനസ്സുമടുത്ത ആ ഡൽഹി ജനത ആം ആദ്മി പാർട്ടിയെ സഹർഷം സ്വീകരിക്കാനുണ്ടായ കാരണം നമുക്കറിയാം. ഇന്ന് ഡൽഹിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ക്ഷേമ രാഷ്ട്രം എന്ന ആ സങ്കല്പം ഇന്ന് ഡൽഹിയിൽ ഫലവത്തായിരിക്കുകയാണ്. നമുക്കറിയാം, അവിടെ ചികിത്സ
കുട്ടികളുടെ വിദ്യാഭ്യാസം, സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം സർക്കാർ സ്കൂളുകളിൽ കൂട്ടിക്കിടന്ന സർക്കാർ സ്കൂളുകളിൽ നിന്ന് തുറന്നിരിക്കുന്നു. പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് കുട്ടികളാണെന്ന് ഡൽഹിയിലെ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് പോകുന്നത്. ഡൽഹിയിൽ മൊഹല്ലകളുണ്ട്. മൊഹല്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചെറിയ ഹോസ്പിറ്റലുകളാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാല് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. കേരളത്തിലെ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ പോലെയല്ല. അവിടെ സ്കാനിംഗ് ഉണ്ട്, എക്സ്റേ ഉണ്ട്, മരുന്നുണ്ട്, ഡോക്ടർമാരുണ്ട്, നേഴ്സ് ഉണ്ട്. ഒരിടത്തോട്ടും റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ഇവിടെ കേരളത്തില് അല്ല മറ്റു സംസ്ഥാനങ്ങളില് ഒരു മെഡിക്കൽ കോളേജിൽ ഒരാളിനെ കൊണ്ടുപോയാൽ ആ മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്ന ദുസ്ഥിതി നമുക്ക് കാണാൻ സാധിക്കും. കാസർഗോഡും വയനാടും 2 മെഡിക്കൽ കോളേജുകളുണ്ട്. ആ മെഡിക്കൽ കോളേജുകളിൽ ആളുകളെ കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ കാസർഗോഡ് നിന്ന് നേരെ റെഫർ ചെയ്യുന്നത് മംഗലാപുരം മെഡിക്കൽ കോളേജിലേക്കാണ്. വയനാട് മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയെ കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ റെഫർ ചെയ്യുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ്. ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യേണ്ട സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. അവിടെ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അതുപോലെ വിദ്യാഭ്യാസം, ഡൽഹിയിലെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം, അതുപോലെ ഡൽഹിയിലെ വീട്ടമ്മമാർക്ക് സൗജന്യമായിട്ട് വൈദ്യുതി, സൗജന്യമായിട്ട് വെള്ളം, അതുപോലെ അവർക്ക് നിർമ്മാണ തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും ഡൽഹിയിലെ ബസ്സുകളിൽ യാത്ര ചെയ്യാൻ സൗജന്യമായിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം. അപ്പോൾ അവരുടെയൊക്കെ വരുമാനത്തിൽ ഓരോ മാസവും വൻതുക 10,000-ലേറെ രൂപയാണ് ഓരോ കുടുംബത്തിലും മിച്ചം വരുന്നത്. ഇത് നിങ്ങൾക്കറിയാം. ഞങ്ങൾ വെറുതെ ഒരു കവലപ്രസംഗം നടത്തുന്നതല്ല, മറിച്ച് നിങ്ങളുടെയൊക്കെ ബന്ധുക്കള്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഡൽഹിയിലുണ്ടെങ്കിൽ അവരോട് തന്നെ നിങ്ങൾ ചോദിക്കണം, ഞങ്ങൾ ഈ പറയുന്നത് സത്യമാണോ, നുണയാണോ, കള്ളമാണോ എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് തന്നെ ഡൽഹിയിൽ ചോദിക്കേണ്ടതാണ്. അവിടെ നടക്കുന്ന എല്ലാവിധമായ ക്ഷേമപ്രവർത്തനങ്ങളും മറ്റുള്ള ജനങ്ങളും ആഗ്രഹിച്ചു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ആഗ്രഹിച്ചു. ഇന്ത്യയിലെ പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനം ഡൽഹിയിലെ വികസനം കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു പോയി. അവർക്ക് ഒരുപാട് പ്രതീക്ഷകളോടെ അവർ ആം ആദ്മിയെ കണ്ടു. ആം ആദ്മിയുടെ തെരഞ്ഞെടുപ്പ്, പഞ്ചാബിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആം ആദ്മി പാർട്ടിയെ അവര് സ്വാഗതം ചെയ്തുകൊണ്ട് അവര് തെരഞ്ഞെടുത്തു. ഇന്ന് നമുക്കറിയാം പഞ്ചാബിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ക്ഷേമ സൗകര്യങ്ങളെ കുറിച്ച് നമുക്കറിയാൻ സാധിക്കും. അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഇന്ന് പഞ്ചാബിലുണ്ട്. അവരുടെ റവന്യൂ ഒന്നും മിച്ചമാണ്. ഇവിടെ കേരളത്തിൽ ഇവിടെ കിടന്ന് വെള്ളം കുടിക്കുകയാണ്. ഒരു പിച്ചച്ചട്ടിയാണ് നമ്മുടെ പ്രതിഫലനം. നമ്മുടെ സാമ്പത്തിക നിലയുടെ പ്രതിഫലനം എന്ന് പറയുന്നത് പിച്ചച്ചട്ടിയാണ്. നമ്മുടെ ഇവിടെ അടിമാലിയൻ മറിയക്കുട്ടി പിച്ചച്ചട്ടി എടുത്തെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഡൽഹിയിൽ പോയി കിടന്ന് പിച്ചച്ചട്ടി എടുത്ത് BJP ഗവർണർ യാചിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു. പക്ഷെ നമുക്കറിയാം റവന്യൂ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഡൽഹിയിൽ ചെന്ന് കടം മേടിക്കുക എന്നുള്ളത് റവന്യൂ ഉണ്ടാക്കുന്ന ഒരു കുഴപ്പമല്ല. ആളുകളെ ഞെക്കിപ്പിഴിഞ്ഞ് നികുതി ഉണ്ടാക്കുന്നത് അതൊരു വരുമാനമല്ല. മറിച്ച് നമുക്കറിയാം എങ്ങനെയാണ് റവന്യൂ ഉണ്ടാക്കേണ്ടത്. ഫിസിക്കൽ മെഷേഴ്സ് ഉണ്ട്, മോണിറ്ററി മെഷേഴ്സ് ഉണ്ട്. ഇപ്പൊ നോട്ട് അടിച്ചിറക്കിയാൽ പണം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ അതൊരു നല്ലൊരു മെഷേഴ്സ് അല്ല. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം. ഒരു തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനത്ത് എന്താണ് ചെയ്യുന്നത്? ഓരോ കർഷകനെ പിടിച്ച് ഞെക്കിപ്പിഴിഞ്ഞല്ല നികുതി ഉണ്ടാക്കുന്നത്. അവിടെ നല്ല വ്യവസായ സംരംഭങ്ങളുണ്ട്, നല്ല ഫാക്ടറികളുണ്ട്. ആ നല്ല ഫാക്ടറികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ടാക്സ് ചെയ്യാൻ സാധിക്കും, അവരിൽ നിന്ന് നികുതി ഈടാക്കാൻ സാധിക്കും. ആ നികുതി അവസാനമായിട്ട് എത്തുന്ന ജനങ്ങളിലാണ്. പക്ഷെ ജനങ്ങൾ അത് അറിയുന്നില്ല. അത് കോർപ്പറേറ്റുകളിൽ നിന്ന്, വ്യവസായശാലകളിൽ നിന്ന്, ഫാക്ടറികളിൽ നിന്നാണ് പിരിച്ചെടുക്കേണ്ടത്. കേരളത്തിൽ അത് പിരിച്ചെടുക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ഫാക്ടറികളില്ല, നമുക്ക് വ്യവസായങ്ങളില്ല. ആ വ്യവസായങ്ങളിൽ നമുക്ക് നികുതി ഗവൺമെന്റിന് പിരിച്ചെടുക്കാൻ സാധിക്കില്ല. മറ്റൊരു റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളത് അല്ല. ജനങ്ങളെ പിരിഞ്ഞല്ല റവന്യൂ ഉണ്ടാക്കേണ്ടത്, വരുമാനം ഉണ്ടാക്കേണ്ടത്. പിച്ചച്ചട്ടി എടുത്തല്ല വരുമാനം ഉണ്ടാക്കേണ്ടത്. നല്ല സംരംഭങ്ങൾ ഇവിടെ ഉണ്ടാവണം, നല്ല വ്യവസായങ്ങൾ ഉണ്ടാവണം, നല്ല ഫാക്ടറികൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് റവന്യൂ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നടക്കുന്ന സാമ്പത്തിക നടപടികളൊന്നും ഒരിക്കലും ഒരു സാമ്പത്തിക നടപടികളെ അല്ല. നമുക്കറിയാം കടം വാങ്ങാൻ ഒരിക്കലും IAS ആവശ്യമില്ല, സാമ്പത്തിക വിദഗ്ധരുടെ ആവശ്യമില്ല. കടം വാങ്ങാൻ ഡൽഹിയിൽ പോയി പിച്ചച്ചട്ടി എടുക്കാൻ സാമ്പത്തിക വിദഗ്ധരുടെ IAS ഒന്നും ആവശ്യമില്ല. മറിച്ച് നല്ല ക്ഷേമ രാഷ്ട്രത്തിൻ്റെതായിട്ടുള്ള നല്ല വ്യവസായങ്ങളും നല്ല വരുമാന മാർഗങ്ങളും കേരളത്തിൽ ഉണ്ടാകണം. അത് ജനങ്ങളെ പേരിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരുടെ കഴുത്ത് തിരിച്ചുകൊണ്ടായിരിക്കരുത്. അതുപോലെ കർഷകരുടെ രാജ്യത്തിന്റെ നട്ടലാണ്, ഒരു സംസ്ഥാനത്തിന്റെ നട്ടലാണ്. നമുക്കറിയാം ഇന്ന് കർഷകരാണ് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും ശത്രുക്കൾ എന്ന് പറയുന്നത് കർഷകരാണ്. കേന്ദ്രത്തിൽ കർഷകരുടെ തല അടിച്ചു പൊട്ടിക്കുമ്പോൾ ഇവിടെ LDF ഗവൺമെന്റ് ഇവിടുത്തെ ജനങ്ങളുടെ, ഇവിടുത്തെ കർഷകരുടെ തല അടിച്ചു പൊട്ടിക്കുന്ന കാണിച്ചാണ് നമ്മൾ കാണുന്നത്. മനുഷ്യനെ മൃഗത്തിന്റെ അത്രയും പോലും വില കിട്ടാത്ത ഒരു അവസ്ഥ. നമുക്കറിയാം സാമാന്യ ബുദ്ധിയിൽ IAS-ഉം IFS-ഉം കളക്ടറും ഒന്നും വേണ്ട, മന്ത്രിയുടെ ആവശ്യമില്ല. ഇവർക്ക് എന്തുകൊണ്ട് മൃഗങ്ങൾ എന്തുകൊണ്ട് നാട്ടിലേക്ക് കടക്കുന്നു? ഒരു മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും ആഹാരവും വെള്ളവും കിട്ടിയില്ലെങ്കിൽ ആ മൃഗമോ മനുഷ്യനോ ആഹാരവും വെള്ളവും കിട്ടുന്ന സ്ഥലം തേടി പോകും. അതൊരു പ്രകൃതി നിയമമാണ്. അല്ലാതെ ആ മൃഗത്തിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. മൃഗത്തിന് കുടിക്കാൻ വെള്ളം വേണം, തിന്നാൻ തീറ്റ വേണം. അതിന് പകരം വനത്തിലേക്കും മനുഷ്യൻ അതിക്രമിച്ച് കയറുന്നു. ഒന്ന് വനവൽക്കരണം എന്ന് പറയുന്ന സാമൂഹ്യ വനവൽക്കരണം, അല്ലെങ്കിൽ
സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറയുന്നത് അത് തെറ്റായ നയമാണ്. മൃഗങ്ങൾക്ക് തിന്നാനുള്ള സ്ഥലത്ത്, അവർക്ക് വെള്ളം കുടിക്കുവാനുള്ള സ്ഥലത്ത് തേക്കും യൂക്കാലിയും വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് തേക്കും യൂക്കാലിയും കടിച്ചു തിന്നാൻ പറ്റില്ല. അവർക്ക് പുല്ല് വേണം, വെള്ളം വേണം. അപ്പോൾ അവര് നോക്കുമ്പോൾ തേക്കും യൂക്കാലിയും നിൽക്കുന്നിടത്ത് അതിനെ സാമൂഹ്യ വനവൽക്കരണം എന്നാണ് പറയുന്നത്, സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറയുന്നത്. അതൊരു അതിക്രമിച്ച് കിടക്കലാണ്. കാര്യം പറഞ്ഞാൽ കുട്ടികളെ കൊണ്ടുപോലും സാമൂഹ്യ വനവൽക്കരണം നടത്തിക്കും. പക്ഷെ അവർക്ക് ജീവികൾക്ക് ജീവിക്കാൻ മനം വേണം, ജീവിത സാഹചര്യം വേണം. അതില്ലാത്തപ്പോൾ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് അവർ കടന്നു വരും എന്നുള്ളത് ഒരു സത്യമാണ്, ഒരു പ്രകൃതി നിയമമാണ്. അപ്പോൾ അതിനുള്ള മൃഗങ്ങൾക്ക് കാട്ടിൽ ജീവിക്കാനുള്ള വഴിയും മനുഷ്യർക്ക് നാട്ടിൽ ജീവിക്കാനുള്ള വഴിയും ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഒരു സർക്കാരിന്റെ കടമയാണ്. അത് ജനങ്ങളുടെ കടമയല്ല. ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കണം, അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കിട്ടണം. അത് അവരുടെ അടിസ്ഥാനമായിട്ട് അവകാശമാണ്. കർഷകരാണ് ഇവിടുത്തെ ഈ നാട്ടിലെ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും സാധാരണ ജനങ്ങളെ എല്ലാം തീറ്റിപ്പറ്റുന്ന മനുഷ്യർ കർഷകരാണ്. ആ കർഷകരെയാണ് ഏറ്റവും കൂടുതലായിട്ട് ബഹുമാനിക്കേണ്ടത്. പക്ഷേ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കപ്പെടുന്നത് കർഷകരാണ്. കർഷകരെ അവരുടെ ആവാസ വ്യവസ്ഥയെ ഓടിച്ചു വിടുക എന്നുള്ള ഒരു നയമാണ് ഇന്ന് കേരള ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മള് കേരളത്തിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാല്, അല്ല, ആം ആദ്മി പാർട്ടി ഇന്ന് 140 മണ്ഡലങ്ങളിൽ സജീവമാണ്. ആം ആദ്മി പാർട്ടി കേരളത്തിന്റെ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സത്യസന്ധമായ ഒരു ഭരണം തീർച്ചയായിട്ടും ഉണ്ടാകും, സംശുദ്ധമായ ഒരു ഭരണം ഉണ്ടാകും. നിങ്ങളെല്ലാവരും ആം ആദ്മി പാർട്ടിയെ ശ്രദ്ധിക്കണം, ആം ആദ്മി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ ശ്രദ്ധിക്കണം. അഴിമതി മൂടിയ കെടുകാര്യസ്ഥ നിറഞ്ഞ ദൂർത്തുവാടംപുറം നിറഞ്ഞ വ്യക്തികളല്ല ആം ആദ്മി പാർട്ടിയെ പ്രവർത്തിക്കുന്നത്. അത് നിങ്ങൾ നോക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. എന്നിട്ട് വേണം നിങ്ങൾ തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവരോട് പറയണം. ആം ആദ്മി പാർട്ടി സത്യമാണെങ്കിൽ, അത് സത്യസന്ധമായ പാർട്ടിയാണ്, സംശുദ്ധ പാർട്ടിയാണെങ്കിൽ നിങ്ങൾ അതിനെ തീർച്ചയായിട്ടും സ്വീകരിക്കണം, മറ്റുള്ളവരോട് പറയണം, ആം ആദ്മി പാർട്ടിയെ കുറിച്ച് പ്രചരിപ്പിക്കണം. അപ്പോൾ നിങ്ങൾ ഈ കുറുമണ നിവാസികള് ഞങ്ങളുടെ ഈ വാക്കുകളെ ശ്രമിച്ച, ഞങ്ങളുടെ ഈ നവരാഷ്ട്രീയ സന്ദേശത്തെ കുറിച്ച് ശ്രമിച്ച നിങ്ങളെ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ സംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.